ഭീകരരെ ഒന്നൊന്നായി കൊന്നൊടുക്കി ഹമാസിന്റെ ചിറകുകൾ അരിഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ സേന. ഹമാസിന്റെ ഗസയിലെ പുതിയ തലവൻ മുഹമ്മദ് സിൻവാറിനെ ഇസ്രായേൽ സേന വധിച്ചതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസമാണ് സ്ഥിരീകരിച്ചത്. മെയ് 14 നടന്ന കടുത്ത വ്യോമാക്രമണത്തിൽ മുഹമ്മദ് സിൻവാറിന് ഗുരുതര പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് വാർത്ത സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഹമാസിന്റെ മുൻ തലവൻ യഹ്യ സിൻവാറിന്റെ സഹോദരനാണ് മുഹമ്മദ് സിൻവാർ. യഹ്യ സിൻവാർ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇസ്രായേൽ സേനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. 2023 ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ കടന്നുകയറി ഹമാസ് നടത്തിയ ഭീകരാക്രമണത്തിന് പിന്നിലെ സൂത്രധാരൻ യഹ്യ സിൻവാർ ആയിരുന്നു. ഇറാനിൽ വെച്ച് ഇസ്മയിൽ ഹനിയെ മൊസാദ് വധിച്ചതിനെ തുടർന്നാണ് യഹ്യ സിൻവാർ ഹമാസിന്റെ തലതൊട്ടപ്പനായത്. യഹ്യയുടെ വധത്തെ തുടർന്ന് മുഹമ്മദ് സിൻവാർ ആ പദവിയിലെത്തി. ഗസയിൽ അവശേഷിക്കുന്ന ഹമാസിന്റെ ഉന്നത കമാൻഡർമാരിൽ ഒരാളായിരുന്നു മുഹമ്മദ് സിൻവാർ.